വെൽക്കം ടു അനദർ വ്ളോഗ്. 19-ാം തീയതി രാവിലെ എൻ്റെ സെക്കൻഡ് സിസ്റ്ററിനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് നേരെ മേളിൽ കയറി. ചേച്ചിയെ ഡ്രോപ്പ് ചെയ്ത് ഞാൻ നേരെ തിരിച്ചു കല്ലിശ്ശേരിയിലേക്ക്, എൻ്റെ വീട്ടിൽ. ഇനി അവിടെ നിന്ന് നേരെ പോകേണ്ടത് ഡാനിയുടെ കല്യാണത്തിനായിട്ടാണ്. ഇതാണ് ചെങ്ങന്നൂരിനെയും കല്ലിശ്ശേരിയും കണക്ട് ചെയ്യുന്ന എറപ്പുഴ പാലം. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിലെത്തി. പെട്ടെന്ന് ഡനിയുടെ കല്യാണത്തിനായി പോയി. അവരെല്ലാവരും റെഡിയായി ഇരിക്കുകയാണ്. ഇതാണ് ഡനി. അവിടെ നിന്ന് കുമ്പനാടുള്ള മണിയാറ്റ് ഓഡിറ്റോറിയത്തിൽ എത്തി. വെൽക്കം ഡ്രിങ്ക്സും ഫുഡും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് പ്രവേശിച്ചു. ഇമ്മാനുവൽ ഹെൻറിയാണ് മ്യൂസിക് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അനൗൺസ്മെന്റ് ഒക്കെ കഴിഞ്ഞ് അവർക്ക് വേണ്ടി നോക്കിയിരുന്നു. ആദ്യം ചെക്കൻ്റെ വീട്ടുകാര്, പിന്നെ പെണ്ണിന്റെ വീട്ടുകാര്, അങ്ങനെ ഓരോരുത്തരായി കടന്നു വന്നുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ തന്നെ മാരേജ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. 2 ഫാമിലികളും സ്റ്റേജിലെത്തി. എൻ്റെ ഗ്രാൻഡ് ഫാദറിന്റെ ബ്രദറാണ് ഇത്. ഇദ്ദേഹമാണ് ഈ മാരേജ് ഫംഗ്ഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ കല്യാണമൊക്കെ പെട്ടെന്ന് തീർന്നു. ഞങ്ങൾ ഫുഡ് കഴിച്ച് എല്ലാവരും തിരിച്ച് ഡാനിയുടെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അവിടെ ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. തിരിച്ചെനിക്ക് വീട്ടിൽ വരണം. ഇന്ന് രാത്രി ഞാൻ തിരിച്ച് ദോഹയിലേക്ക് പോവുകയാണ്. ഇപ്പം ഉത്സവത്തിന്റെ സീസണാണ്. ഒരു പറയെടുപ്പാണ് ഇത് പോകുന്നത്. രാത്രിയിൽ കൊച്ചിയിലേക്കുള്ള യാത്രാമധ്യേ കാണാൻ പറ്റുന്ന കുറെ തടി ലോറികളാണ് ഇതൊക്കെ. അങ്ങ് മൂവാറ്റുപുഴ വരെ കാണും ഇവരെല്ലാം. അങ്ങനെ ഞാൻ എയർപോർട്ടിലൊക്കെ എത്തി. കൊച്ചി എയർപോർട്ടിലെ വീഡിയോസ് ഞാൻ എടുത്തില്ല. അങ്ങനെ ഖത്തർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. നല്ല രീതിയിലുള്ള ജെറ്റ് ലാഗ് ഉണ്ട് എനിക്ക്. കാരണം തലേന്നൊന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ഇപ്പൊ ഇവിടെ റമദാൻ സമയമാണ്. രാവിലെ ഫാസ്റ്റിംഗ് ആയതുകൊണ്ട് പബ്ലിക്കായി ഫുഡും വെള്ളവും കുടിക്കാൻ പറ്റുകയില്ല. അഥവാ കുടിച്ചു കഴിഞ്ഞാൽ 3000 റിയാൽ ഫൈനും കിട്ടും. ഞാനൊരു ടാക്സിയൊക്കെ പിടിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി. ടാക്സി ചാർജുകൾ വളരെയധികം കൂടുന്നുണ്ട്. എൻ്റെ നോട്ടം പുറത്താണെങ്കിലും ഒരു കണ്ണ് ആ ടാക്സി ചാർജിലാണ്. രാവിലെ തന്നെ നല്ല ഫോഗുണ്ട് പോകും വഴിയിൽ. ഞാൻ വീട്ടിലെത്തി. രാവിലത്തെ എൻ്റെ ഫുഡ് എന്ന് പറയുന്നത് ബ്രെഡും ബീഫ് സ്റ്റൂവും ആണ്. അങ്ങനെ ആ ദിവസം അവസാനിച്ചു. സീ യു ഓൺ ദ നെക്സ്റ്റ് ടൈം. ഗുഡ് ബൈ.